സുവിശേഷത്തിൻ തീതെളിച്ചം ആത്മാർപ്പണം. വചനം സത്യം ജീവദായകം, വചനം സത്യം ജീവദായകം, വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന 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 നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിൻ സ്നേഹരാജനാം ഈശോയ്ക്ക് നിന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. നിന്നാത്മനാഥനാം ഈശോയ്ക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിൻ സ്നേഹരാജനാം ഈശോയ്ക്ക് നിന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. നിന്നാത്മനാഥനാം ഈശോയ്ക്ക്
ഈശോയ്ക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിൻ സ്നേഹരാജന ഈശോയ്ക്ക് നിന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ട്. നിന്നാത്മനാഥന ഈശോയ്ക്ക്. യേശുക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് 3 അഭിഷേകങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ആത്മീയ വളർച്ചയിൽ പ്രധാനമായും ഈ 3 അഭിഷേകത്താൽ നമ്മൾ നിറഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ തിരുവചനത്തിൻ്റെ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. 2, ഈശോയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകം. 3, പരിശുദ്ധാത്മൻ്റെ അഭിഷേകം. ഈ 3 അഭിഷേകങ്ങളാണ് നമ്മളെ ക്രിസ്തുവിൽ വളർത്തുന്നതും സഭയെ പുഷ്ടിപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്നതും. തിരുവചനത്തിൻ്റെ അഭിഷേകം അത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വചനങ്ങളൊക്കെ വായിച്ചാൽ നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കാത്ത ചില നിമിഷങ്ങൾ വരും. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ ഒരു ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മന നിറവ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ, ഒരു വചനം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ പതിയുകയും അതിങ്ങനെ ലഹരിയായി മാറുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തിരുവചനം മാറ്റിമറിച്ച ചില വ്യക്തികളുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. കാർത്തേജിലെ ക്യാമ്പസിൽ കോളേജിൽ അടിച്ചുപൊളിച്ചിടുന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. യുവജനങ്ങളോടൊപ്പം ഇങ്ങനെ കൂട്ടുകൂടി കളിച്ചിടുന്ന സമ്പന്നനായ ചെറുപ്പക്കാരൻ ആ വാതിൽക്ക് നിന്നുകൊണ്ട് ഒരു സന്യാസി ഒരു ദൈവവചനം ആവർത്തിച്ച് പറയുന്നത് കേട്ടു കഴിഞ്ഞപ്പോൾ വലുതായിട്ടൊന്നും മനസ്സിലായില്ല, കളിയാക്കിയൊക്കെ കടന്നുപോയി. 2-3 ദിവസങ്ങൾ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇതിലെന്തോ കാര്യമുണ്ടെന്ന്. അദ്ദേഹം തിരിച്ചു വന്ന് ഈ സന്യാസിയോട് ചോദിച്ചു. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയോട് അദ്ദേഹം ചോദിക്കുകയാണ്, എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥം? അദ്ദേഹം വചനം പറഞ്ഞു കൊടുക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-36 വാക്യം, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനമാണുള്ളത്? ഒരുവൻ തൻ്റെ ആത്മാവിന് പകരമായി എന്ത് നൽകും? ഈ വചനം കേട്ടപ്പോൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത മനുഷ്യൻ, ഈ ചെറുപ്പക്കാരൻ മാനസാന്തരപ്പെട്ടുകൊണ്ട് ഒരു അതിവിശുദ്ധനായി മാറുകയാണ്. അങ്ങ് ആ അറ്റത്ത് നിന്ന് നേരെ യാത്ര ചെയ്ത് ആത്മാക്കളുള്ള ദാഹം കൊണ്ട്, തീഷ്ണത കൊണ്ട്, വേദന കൊണ്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഭാരതത്തിൻ്റെ 2ാമത്തെ അപ്പോസ്റ്റൽ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവൻ്റെ മാറ്റം ഈ ഒരു വചനമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഒരു വചനം ചലനമുണ്ടാക്കുമെന്ന് പ്രാർത്ഥിക്കാം. 2, തൻ്റെ ചെറുപ്പകാലത്ത് സകല അറിവുമുണ്ടായിരിക്കുകയും സകല പാണ്ഡിത്യവും ഉണ്ടായിരിക്കുകയും സകലവിധ പാപങ്ങളും ചെയ്തുകൊണ്ട് ഒരു കുഞ്ഞിൻ്റെ അപ്പനായി തീർന്നുണ്ട് വിവാഹം കഴിക്കാതെ ജീവിച്ച ഒരു മനുഷ്യൻ. നമുക്കെല്ലാം അറിയാം, ഒരു അഗസ്ത്യൻ. അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥന, വിശുദ്ധ മോനിക്കയുടെ നിരന്തരമായ പ്രാർത്ഥന, വിശുദ്ധിയിൽ ഗൈഡ് ചെയ്യുന്ന വിശുദ്ധ അംബ്രോസ്, ഇതൊന്നും കൂടാതെ അഗസ്ത്യൻ തൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ മതിച്ച് നടന്നൊരു സമയം, തന്നെ അസ്വസ്ഥപ്പെടുത്തിയ ഒരു ദിവസത്തിൽ, ഒരു ദിവസം അദ്ദേഹം തോട്ടത്തിലൂടെ ഇങ്ങനെ ഉലാത്തുമ്പോൾ എടുത്തു വായിക്കുക എന്നൊരു അശരീരി കേട്ടു. അന്നുണ്ടായിരുന്ന ബൈബിൾ അദ്ദേഹം തുറന്ന് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വചനം ഇതായിരുന്നു. റോമാക്കത്തെ ലേഖനം 13-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അതിലിങ്ങനെയാണ് കാണുന്നത്, ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയിൽ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം മാന്യമായി പെരുമാറാം. സുഖരാലുപതയിലോ വിഷയാസക്തിയിലോ ലഹരിയിലോ നിങ്ങൾ വ്യാപരിക്കരുത്. പിന്നെയോ കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുവിൻ. കിടുങ്ങിപ്പോയ അഗസ്ത്യൻ ഈ വചനം അദ്ദേഹത്തെ മാറ്റിമറിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റമാണ് സഭയിലെ വലിയൊരു പണ്ഡിതനായ ഒരു അതിവിശുദ്ധനായ മനുഷ്യൻ സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ജനനം. ഇവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. ഇവിടെയായിരുന്നു വചനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ജനനം. ഈ വചനത്തെ അഭിഷേകമാണ് വേറുമാർ അഗസ്റ്റിനായിരുന്ന അഗസ്റ്റിനെ സെയിൻറ്റ് അഗസ്റ്റിനാക്കി മാറ്റിയത്. ഇനി നമുക്കെല്ലാം പ്രിയപ്പെട്ടൊരു വിശുദ്ധനുണ്ട്, വിശുദ്ധ അന്തോണീസ്. എല്ലാവർക്കും പ്രിയങ്കനാണ് വിശുദ്ധ അന്തോണീസ്. വളരെ ചുരുക്കം വിശുദ്ധരുടെ പേരുകൾ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിശുദ്ധനായിരിക്കും വിശുദ്ധ അന്തോണീസ്. വിശുദ്ധ അന്തോണീസ് ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്നു. വളരെ നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നാണ് കർത്താവിൻ്റെ ചോദ്യം.
കർത്താവ് അദ്ദേഹത്തോട് സംസാരിച്ച വചനമാണ് മത്തായിയുടെ സുവിശേഷം 19-21 വാക്യം. നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ആൻ്റണി ആ നിമിഷം മുതൽ തൻ്റേതായ എല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ പിൻചെല്ലാൻ തീരുമാനിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സഭയിൽ അദ്ദേഹം ചേരുകയും അസീസിയോടൊപ്പം ചെന്ന് ഒരറ്റത്ത് അസീസി പ്രസംഗിക്കുമ്പോൾ ഒരു സൈഡ് ആൻ്റണി പ്രസംഗിക്കുന്നു. രണ്ട് വിശുദ്ധരെ ഒരേ സമയത്തുള്ള വചനപ്രഘോഷണ തീഷ്ണതയിൽ നിറയാൻ കാരണം ആൻ്റണിയെ മാനസാന്തരപ്പെടുത്തിയത്, ആൻ്റണിയെ ചലിപ്പിച്ചത് ഈ ഒരു വചനമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഒരു വചനം എത്രമാത്രം നമ്മളെ മാറ്റിമറിക്കും നമ്മൾ തിരിച്ചറിയട്ടെ. വചനത്തിൻ്റെ അഭിഷേകം നമ്മളിങ്ങനെ നിറയട്ടെ. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്നൊരു വചനം നമ്മൾ ചലിപ്പിക്കുകയും നമ്മൾ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, മറ്റ് ഒരു അഭിഷേകമാണെങ്കിൽ തിരക്തത്തിൻ്റെ അഭിഷേകം. ഈ തിരക്തത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികളിലേക്ക് പെട്ടുപോകും. നമ്മുടെ ഇത് തിരക്തത്തിൻ്റെ സംരക്ഷണം ഇല്ല എങ്കിൽ നമ്മൾ ചെന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ നമ്മളെയും കൊണ്ട് പോകും. നമ്മൾ ഒഴിപ്പിച്ചിടും ദുരാത്മാവ് ചിലപ്പോൾ നമ്മളെയും കൊണ്ട് പോകും. എങ്ങനെയാണ് ഇത്രമാത്രം തിരക്തത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കേണ്ടത്? വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, റോമാക്കഴുതി ലേഖനം 7-14 വാക്യത്തിൽ, ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണെന്ന്. എപ്പോഴാണ് നമ്മൾ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ടത്? ആദിയിൽ ഒരു മരത്തിൽ നിന്ന് ഒരു പഴം പറിച്ച് തിന്നു. അതോടെ മാനവകുലം മൊത്തം പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ടു. ഞാൻ ദുർഭകനായ മനുഷ്യൻ, ഇതിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും? കർത്താവ് യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രമെന്ന്. പ്രിയപ്പെട്ടവരെ, സിസറോ പറഞ്ഞു, മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. നിയമാവർത്തന പുസ്തകം 21-23 വാക്യത്തിൽ പറയുകയാണ്, മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണെന്ന്. എൻ്റെയും നിൻ്റെയും പാപവും ശാപവും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഒരു മരമാകുന്ന ഒരു കുരിശിലേക്ക് അവൻ നടന്നു കയറി എനിക്കും നിനക്ക് വേണ്ടി മരിച്ചു. അവിടെ നിന്ന് എഴുതിയ ഓരോ തുള്ളിച്ചോരയും എൻ്റെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ എന്നെ കഴുകി വിശുദ്ധീകരിക്കുമ്പോഴാണ് ഈ തിരക്തത്തിൻ്റെ സംരക്ഷണം നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കാലങ്ങളായി വർഷങ്ങളായി നമ്മൾ അറിയാതെ പാടത്തില്ലേ, മരത്താലേ വന്ന പാപങ്ങൾ മരത്താലേ മായ്ക്കുവാനായി മരത്തിന്മേലാർത്തനായി തൂങ്ങി മരിക്കുന്നു രക്ഷകൻ ദൈവം. ഇത്രയും നാൾ നമ്മൾ പാടുന്നു. ഒരു മരത്താലെ നമ്മളെല്ലാം പണയം വയ്ക്കപ്പെട്ട ശാപവും പാവവുമായിട്ട് വന്ന നമ്മുടെ എല്ലാ ശാപവും പാവവും മറ്റൊരു കുരിശുമരത്തിലൂടെ അവൻ ഏറ്റെടുത്തുകൊണ്ട് നമ്മളെല്ലാവരെയും സ്വതന്ത്രരാക്കി. നമ്മളെല്ലാവരും ഇപ്പോൾ സ്വതന്ത്രരാണ്. പക്ഷേ ഈ തിരക്തത്തെ നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ് 1 കൊറിന്തോസ് ലേഖനത്തിൽ 6-20 വാക്യം, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. യേശുക്രിസ്തു തൻ്റെ തിരക്തം വഴിയായിട്ട് നമ്മളെ വില കൊടുത്ത് വാങ്ങി. ആ വില, ആ അർത്ഥം നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ കുരിശ് വരച്ചുകൊണ്ട് ആ തിരക്തത്തിൻ്റെ സംരക്ഷണം ഏറ്റുവാങ്ങുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നത്, വിശുദ്ധ കുരിശ് വരയ്ക്കാതെ ഒരു കാരണവശാലും നിങ്ങൾ വീട് വിട്ട് ഇറങ്ങരുതെന്ന്. ഈ വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം നിങ്ങളുടെ നെറ്റിത്തടത്തിലും അധരത്തിലും നെഞ്ചിലും വരച്ചുകൊണ്ട് ഈ തിരക്തത്തിൻ്റെ സംരക്ഷണം വാങ്ങിക്കൊണ്ട് ഒരു ശക്തികളെയും ഭയപ്പെടാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഈ കുരിശിൻ്റെ സംരക്ഷണത്താൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ തിരക്തത്തിൻ്റെ സംരക്ഷണം വാങ്ങിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ പ്രാർത്ഥന കുരിശ് നമുക്ക് വരയ്ക്കാം. നമ്മുടെ നെഞ്ചോട് നമ്മുടെ ഇടത് കരം ചേർത്ത് പിടിച്ച് നമ്മുടെ വലത് കൈയെടുത്ത് നെറ്റിയിൽ കുരിശടയാൻ മരിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന ഏറ്റുമെല്ലാം വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറഞ്ഞ ഈ പ്രാർത്ഥന, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മൂന്നാമത് കിട്ടുന്നൊരു അഭിഷേകത്തെക്കുറിച്ചാണ് പലപ്പോഴും നമ്മൾ ധ്യാനിക്കാറുള്ളത്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ആദ്യത്തെ 2 അഭിഷേകവും വളരെ പ്രാധാന്യമുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളൊരു വ്യക്തി തീർച്ചയായിട്ടും ഈ തിരക്തത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ചിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളൊരു വ്യക്തി തീർച്ചയായും തിരുവചനത്താൽ നിറയണം. തിരുവചനം ധ്യാനിച്ച് വായിച്ച് നിറയുമ്പോൾ എൻ്റെ ഉള്ളിലിരിക്കുന്ന ഓരോ പാപത്തിനെയും ശാപത്തിനെയും അഴുക്കുകൾ ഇങ്ങനെ ഇളകി പോകും. ഞാനിങ്ങനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. മൂന്നാമത്തെ അഭിഷേകത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവും അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്. അപ്പോസ്തലൻ പൗലോസ് 1-8 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് ഈശോ പറയുന്നു. ഒന്നും മനസ്സിലാകാത്ത ഒരു ശിഷ്യർ, ഈശോ കൂടെ നടന്ന് പഠിപ്പിച്ച ശിഷ്യർ,
അത്ഭുതങ്ങളെല്ലാം ചെയ്ത് ഈശോ കുരിശിൽ മരിച്ചു ഉത്ഥാനം ചെയ്തപ്പോഴൊന്നും മനസ്സിലാകാത്ത ശിഷ്യർ. അതിനുശേഷം 40 ദിവസം ഈശോ അവരെ കൂടെ നടന്ന് പഠിപ്പിച്ചു. ഈശോ ലൂക്കാ അപ്പോസ്തലൻ എഴുതുകയാണ്, ഈശോ ജീവിച്ചെന്ന് ചെയ്തപ്പോൾ ഇരട്ടി അത്ഭുതങ്ങളാണ് ഉത്ഥാനത്തിന് ശേഷം ചെയ്തതെന്ന്. പക്ഷെ ഒന്നും എഴുതരുതെന്നും ആരോടും പറയരുതെന്നും ഈശോ പറഞ്ഞു. എന്നിട്ടും ഒന്നും മനസ്സിലായില്ല അപ്പോസ്തലന്മാർക്ക്. ഈശോ വീണ്ടും പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധ വേണ്ടി കാത്തിരിക്കുകയും ജെറുസലേം വിട്ട് പോകരുതെന്ന്. അപ്പോഴും അവർ ചോദിക്കുകയാണ്, കർത്താവേ, നിൻ്റെ രാജ്യം നീ പുനഃസ്ഥാപിക്കുന്നത് ഇപ്പോഴാണോ? അതായത് നീയാണോ ധനകാര്യമന്ത്രി, ഞാനാണോന്നോ, നീയാണോ പ്രതിരോധ മന്ത്രി? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മാനുഷികമായ ചിന്തകളാണ് അവർക്ക് എപ്പോഴുള്ളത്. പക്ഷേ ഒരു ദിവസം ഈശോ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നേതൃത്വത്തിൽ സഹ്യോൻ മാളികയിൽ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ അവസാനം പരിശുദ്ധാത്മാവ് തീനാളങ്ങളുടെ രൂപത്തിൽ ഒരു മേൽ എഴുന്നള്ളി വന്നു. ആ നിമിഷം ഒരു പരിശുദ്ധാത്മാവനാണെന്ന് പറഞ്ഞു. ആ നിമിഷം മൂലം ഒരു കർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു. ആരെയും ഭയമില്ലാതെ ചാടി എഴുന്നേറ്റ് ഒരുമിച്ച് കൊണ്ടുകൊണ്ട് പ്രഘോഷിച്ചു, നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന ക്രിസ്തുവാണ് ലോകത്തിലേക്ക് വരുന്ന മിശിഹ, അവനാണ് രക്ഷകൻ എന്ന്. അവർ വിചാരിച്ച് ഇവർ കുടിച്ച് ഉന്മത്തരായിരിക്കുകയാണെന്ന് വിചാരിച്ചു. ഇല്ല, ഞങ്ങൾ ഉന്മത്തരല്ല. കർത്താവ് പഠിപ്പിച്ച മറ്റൊരു കാര്യം ഓർത്തു. അവിടെ നമ്മൾ 12 പേരെ തിരഞ്ഞെടുത്തെന്ന്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. പരിശുദ്ധാത്മാക്കളെ സകല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തി തരുമെന്ന്. പത്രോസിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഞങ്ങളെ 12 പേരെയാണ് അവിടെ നിന്ന് തിരഞ്ഞെടുത്തത്, ഞങ്ങളിപ്പോൾ 11 പേരേ ഉള്ളൂ എന്ന്. പത്രോസ് കൂടിയാലോചിച്ചിട്ട് പറഞ്ഞു, നമ്മൾ 12 പേരെ തിരഞ്ഞെടുത്തത്, നമുക്ക് ഇതിലിടയിൽ നിന്ന് ഒരാളിനെ കൂടെ തിരഞ്ഞെടുക്കാമെന്ന്. അവർ 2 പേരെ പേരിട്ട് നറുക്കിട്ടു, ജോസഫിനെയും മത്യാസിനെയും ജോസഫിനെയും നറുക്കിട്ടപ്പോൾ മത്യാസിന് നറുക്ക് വീഴുകയും അങ്ങനെ മത്യാസിനെ അപ്പോസ്തലന്മാർ കൂട്ടത്തിൽ എണ്ണി 12 പേരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇതാണ്. പരിശുദ്ധാത്മാവ് ഓർമ്മശക്തികൾ നൽകും. പരിശുദ്ധാത്മാവ് അഭിഷേകമായി മാറുമ്പോൾ നമ്മൾ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറും. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37-39 വാക്കിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്ന്. ജീവജലത്തിൻ്റെ അരുവി. ഈ ജീവജലത്തിൻ്റെ വാക്ക് നമ്മൾ മുമ്പ് കേൾക്കുന്നത് കർത്താവ് ആ കിണറ്റിൻകരയിൽ നിന്നുകൊണ്ട് സമരക്കാരോട് പറയുന്നതാണ്. അവൾ പറയുന്നുണ്ടെങ്കിൽ ആ ദാഹജലം കുറേ എനിക്ക് തരികയെന്ന്. കർത്താവിന് ഈ വെള്ളം കുടിക്കുന്നതിനോട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഇതേക്കുറിച്ച് കർത്താവ് വീണ്ടും പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുന്നു. അവൻ പരിശുദ്ധാത്മ മറ്റൊരു അഭിഷേകമായിട്ട് അവനങ്ങ് മാറുകയാണെന്ന്. എനിക്കറിയാം, പണ്ട് വൈദികരുടെ ധ്യാനം ഡിവൈനിൽ നടക്കുമ്പോൾ മഹാകുസൃതി കാണിച്ചിരുന്നൊരു അച്ഛൻ ധ്യാനം കൂടാൻ നായ്ക്കമ്പറമ്പിൽ അച്ഛൻ ആവശ്യപ്പെട്ടു. അച്ഛനോട് ധ്യാനം കൂടി, 70ഓളം അച്ഛന്മാർ ധ്യാനം കൂടി. ഈ ധ്യാനത്തിനിടയിൽ ഈ ജോർജ് എന്ന് പറയുന്ന ഈ അച്ഛൻ ഉരുണ്ട് വീണു, ചെറിയ കുരിശിലേക്ക് ഓടിപ്പോയി. അവിടുന്ന് ചാടി എണീറ്റ് വചനം പറയാൻ തുടങ്ങിയ അച്ഛനാണ് ഡിവൈൻ ധ്യാനത്തിൽ ഏറ്റവും ഫേമസ് ആയ അവിടുത്തെ ഡയറക്ടർ ജോർജ് പനക്കൽ അച്ഛൻ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒരു വ്യക്തിയെ മാറ്റിമറിക്കുന്നു. പരിശുദ്ധാത്മ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനികളെ കൊല്ലാനൊരുങ്ങിയ പൗലോസ് ഏറ്റവും വലിയൊരു അപ്പോസ്തലനായിട്ട് മാറുന്നു. ക്യാൻസർ വന്ന് മരിക്കാൻ കിടക്കുന്ന, മരണത്തെ മുഖാമുഖം കണ്ട ഡൊമിനിക് അച്ഛനിലൂടെ പരിശുദ്ധാത്മാവ് എന്നറിഞ്ഞപ്പോൾ ഇന്ന് അനേകരെ അനക്കരയിലെ ധ്യാനകത്തിൽ അഭിഷേകമായിട്ട് പരിശുദ്ധ നിറവ് പകർന്നു കൊടുക്കുന്നു. എത്രയോ വ്യക്തി ജീവിതങ്ങൾ നമ്മൾ കാണുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലങ്കൈയായി മാറിക്കൊണ്ട് 40 സ്ഥാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടിയിലും പ്രമുഖ 40 സ്ഥാനങ്ങൾ വഹിച്ചിരുന്നൊരു മനുഷ്യൻ പരിശുദ്ധാത്മാവ് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ 40 സ്ഥാനങ്ങൾ ഉപേക്ഷിച്ച് ഒരു PJ ആൻ്റണിയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അഭിഷേകം നമ്മളെ മാറ്റിമറിക്കും. പരിശുദ്ധാത്മാഭിഷേകം നമ്മളെ മാറ്റിമറിക്കും. ഒരു പുതിയ സൃഷ്ടിയാക്കി നമ്മളെ മാറ്റും. ഗലാത്യർ 6:15 പറഞ്ഞു, ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. പരിശുദ്ധാത്മാ നമുക്ക് തരുന്ന നിറവ്. അങ്ങനെ വരുമ്പോൾ കർത്താവ് തരുന്ന ജീവജലത്തിൻ്റെ അരുവിയായിട്ട് നമ്മൾ മാറുമ്പോൾ കർത്താവാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാഗരത്തിൽ നിന്ന് ഞാനും ഒരു അരുവിയായിട്ട് ഒഴുകി തുടങ്ങും. എന്നിലൂടെ അനേകർ എനിക്ക് രക്ഷയിലേക്ക് കണ്ടുവരാൻ സാധിക്കും. ഞാനിലൂടെ അനേക രക്ഷയുടെ പാതയിലൂടെ കടന്നു വരാൻ തുടങ്ങും. ഞാൻ പറയുന്ന വചനത്തിലൂടെ, എൻ്റെ പ്രാർത്ഥനയിലൂടെ ഞാനാകുന്ന കുഞ്ഞരുവി ഇങ്ങനെ ഒഴുകി തുടങ്ങുമ്പോൾ അനേകർ ഈശോയിലേക്ക് അടുത്തു തുടങ്ങാൻ തുടങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ഈ 3 അഭിഷേകങ്ങളും സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാഭിഷേകം സ്വീകരിച്ചുകൊണ്ട്, തിരുവചനത്തിൻ്റെ അഭിഷേകം തിരിച്ചുകൊണ്ട്, ഈശോയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട്, നല്ല ഊർജ്ജസ്വലരായ ക്രിസ്തുവിൻ്റെ പടയാളികളായി തീർന്നുകൊണ്ട് ദൈവരാജ്യം പ്രഘോഷിക്കാൻ വേണ്ടി നമ്മൾ മുന്നിട്ട് ഇറങ്ങേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ അഭിഷേകങ്ങൾ നിറഞ്ഞാൽ മാത്രമേ ഭയം കൂടാതെ, ലജ്ജ കൂടാതെ നമുക്ക് യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മ നിറയുന്ന വ്യക്തിക്ക് ഒരിക്കലും ഭയം ഉണ്ടാകുകയില്ല. തിരുരക്തത്തിൻ്റെ അഭിഷേകം ഉണ്ടാകുന്ന വ്യക്തിക്ക് ഒരിക്കലും ഭയം ഉണ്ടാകുകയില്ല.
വചനത്തിൻ്റെ അഭിഷേകമുള്ള വ്യക്തിക്ക് ഒന്നിനെയും ഭയമില്ല. അവൻ ധീരമായി, ശക്തമായി, ആധികാരികമായി ഈശോ ദൈവമാണെന്നും ആ ദൈവത്തിലേക്ക് സമീപിക്കുന്നവർക്ക് രക്ഷയുണ്ടെന്നും അവൻ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലേക്ക് നമ്മളെ സംരക്ഷിക്കുന്നതാണെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാനും പഠിപ്പിക്കാനും സാധിക്കും. യേശു കുരിശിൽ മരിച്ചു നീ വിശ്വസിച്ചാൽ ആ രക്ഷ നിനക്കും വിശ്വാസത്തിന് അടയാളമാകും, നിൻ്റെ രക്ഷയ്ക്കും അടയാളമാകും, അത് മറ്റുള്ളവരുടെ രക്ഷയ്ക്കും ഒരു അടയാളമാകും. അങ്ങനെയെങ്കിൽ ഈ 3 അഭിഷേകങ്ങളിലൂടെ നമുക്ക് ചുവട് വെച്ച് നടക്കാം. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. നമ്മുടെ ഓരോരുത്തരെയും കൊച്ചു കൊച്ചു ജീവിതങ്ങളിൽ ആത്മാവ് നയിക്കപ്പെടുന്നവർ, സുവിശേഷ മേഖലയിൽ നിൽക്കുന്നവർ തിരിച്ചറിയുന്നൊരു സത്യമുണ്ട്. ഇന്നലെ ഞാൻ എന്തായിരുന്നു, ഇന്ന് ഞാൻ ആരാണ്? മാറ്റിമറിച്ച് ഒരാളാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ ഓരോരുത്തരെയും ഇന്നലെ നിന്നും ഇന്നിൽ ജീവിക്കുമ്പോഴും തകർച്ചകളിൽ, പ്രശ്നങ്ങളിൽ, പ്രലോഭനങ്ങളിൽ പെടാതെ ഇന്ന് നമ്മൾ പിടിച്ചു നിൽക്കുന്നെങ്കിൽ ഒരഭിഷേകം നമ്മളെ കാത്തു സൂക്ഷിക്കുന്നു. അത് ഈശോ കുരിശിൽ ചിന്തിയ തിരുരക്തത്തിൻ്റെ അഭിഷേകമാണ്. ഞാനും നീയും ഇന്ന് വാതുറക്കുമ്പോൾ ദൈവവചനം കിട്ടുന്നുവെങ്കിൽ, ദൈവവചനം പറയാൻ പറ്റുന്നുവെങ്കിൽ, അത് അതിൻ്റെ സ്വാതന്ത്ര്യത്തോടെ സ്വാംശീകരണത്തോടെ പറയാൻ പറ്റുന്നുവെങ്കിൽ, അതിനകത്തൊരു ജ്വലനം ഉണ്ടാകുന്നെങ്കിൽ അതിന് കാരണം ഒന്നേ ഉള്ളൂ, എനിക്കൊരു വചനത്തിൻ്റെ അഭിഷേകം കിട്ടിയിരിക്കുന്നു. ഇന്നും പലരും കാണാതെ പഠിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നതാണ് ദൈവവചനം എന്ന് പറയുന്നത്. ഒരു വചനം പഠിച്ചിട്ട് അതിൻ്റെ അധ്യായവും നമ്പരും കോട്ട് ചെയ്യാൻ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റാത്ത അനേകരിന്നുണ്ട്. കാരണം ഈ തിരുവചനത്തിൻ്റെ അഭിഷേകം ഇതുവരെ സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല. കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവിനോട് മുട്ടുകുത്തി പ്രാർത്ഥിക്കും, കർത്താവേ നിൻ്റെ തിരുവചനം ഒരു ലഹരിയായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന്, കർത്താവേ നിൻ്റെ തിരുവചനം കൊണ്ട് എന്നെ ലഹരി പിടിപ്പിക്കണമെന്ന് സെയിൻറ്റ് അഗസ്റ്റിനെ മാനസാന്തരപ്പെടുത്തിയ വചനമേ, സെയിൻറ്റ് ഫ്രാൻസിസ് സേവ്യറിനെ മാനസാന്തരപ്പെടുത്തിയ തിരുവചനമേ, സെയിൻറ്റ് ആൻ്റണിയെ മാനസാന്തരപ്പെടുത്തിയ തിരുവചനമേ, അനേകം വ്യക്തികളെ വിശുദ്ധരാക്കി മാറ്റിയ തിരുവചനമേ, എൻ്റെ ജീവിതത്തിൽ ലഹരിയായി, വിശുദ്ധിയായി, ശക്തിയായി കടന്നു വരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ, മുട്ടുകുത്തി അവനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു അഭിഷേകം നിങ്ങൾക്ക്. ഇന്ന് വചനപ്രഘോഷണ വേദിയിൽ നിൽക്കുന്ന അനേകർ വളരെ സാധാരണക്കാരായ സാധാരണ മനുഷ്യരാണ്. അവരെയൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വചനമുണ്ടായി, ആ വചനം അവരെ മാറ്റിമറിച്ചു, അതൊരു അഭിഷേകമായി മാറി. അതോട് കണക്ട് ചെയ്ത് ദൈവവചനം വായിക്കാനും പഠിക്കാനും അവരനുഭവങ്ങളിൽ നിന്ന് അവർ പറയാനും തുടങ്ങിയപ്പോൾ തിരുവചനം ഒരു അഭിഷേകമായിട്ട് മാറി. എപ്പോഴൊക്കെ ഒരു ദിവ്യബലിയിൽ പങ്കെടുത്ത് പരിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്ന നിമിഷങ്ങളെല്ലാം തിരുരക്തത്തിൻ്റെ അഭിഷേകം ഒരു ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഓരോ ദിവസവും ദേവാലയത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട്, മുട്ടുകുത്തി ചെന്നുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ആ ദിവ്യബലിയിൽ പങ്കെടുത്തുകൊണ്ട് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന അതേ നിമിഷത്തിൽ ആ ഒരു പരിശുദ്ധ തിരുരക്തത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കുകയാണ്. ആ അഭിഷേകം അവരുടെ ജീവിതത്തിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്നു. അവർക്ക് പിന്നെ ഒന്നിനെയും ഭയമില്ല, എന്തോരം ധൈര്യമാണ് അവർക്ക്. മൂന്നാമത് നമ്മൾ കാണുന്ന ഒരു പരിശുദ്ധാത്മ അഭിഷേകം, നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോഴും തിരുചരം വായിക്കുമ്പോഴും കുദാശകൾ പങ്കിടുമ്പോൾ നമ്മുടെ ഉള്ളിൽ വന്ന് അറിയുന്ന ഒരു പരിശുദ്ധാത്മൻ്റെ അഭിഷേകമുണ്ട്. അഭിഷേകം നമ്മൾ ശക്തിപ്പെടുത്തുന്നതും ധീരതയോടെ നമ്മളെ നയിക്കുന്നതും ഈ കുരിശിൽ തൂക്കപ്പെട്ട ഈ മരത്തിലൂടെ വന്ന ഈ അഭിഷേകം, ഈ തിരുരക്തത്തിൻ്റെ അഭിഷേകം, ഈ വചനത്തിൻ്റെ അഭിഷേകം, ഈ പരിശുദ്ധാത്മ അഭിഷേകം നമ്മൾ വന്നറിയട്ടെ. നമുക്ക് കൈകൂപ്പിയെന്ന് ഈ 3 അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ അറിയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവായ ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. എല്ലാ ഭയങ്ങളിൽ നിന്നും, എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും, എല്ലാ ശാപങ്ങളിൽ നിന്നും, പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും രക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുവചനം നൽകിക്കൊണ്ട് എപ്പോഴും ഞങ്ങളെ ലഹരി പിടിപ്പിക്കുകയും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ ജീവജലത്തിൻ്റെ അരുവിയായ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് എപ്പോഴും ഞങ്ങളെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന